മദ്രാസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സോയ കൊണ്ട് സോയ ചങ്ക്സ് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു ചില്ലി സോയ ചങ്ക്സ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു 100 ഗ്രാംസ് സോയ എടുത്തിട്ടുണ്ട്. ഞാൻ ഹോട്ട് വാട്ടറിൽ, അതായത് തിളച്ച വെള്ളത്തിൽ ഒരു ഹാഫ് ആൻ അവർ ഇട്ടിരിക്കുകയാണെങ്കിൽ നല്ല സോക്കായി കിട്ടും. അത് ഒരുവിധം നല്ല ചെറുതല്ല, ഒരു വലിയ കഷ്ണമാണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യുക. അല്ലാതെ ഇതുപോലെ പീസാണെങ്കിൽ ഓക്കെയാണ്. നമുക്കിത് ഫ്രൈ ചെയ്ത് ഡ്രൈ ആയിട്ടാണ് എടുക്കാനുള്ളത്. അതുകൊണ്ട് ഈ അളവാണെങ്കിൽ ഓക്കെ. ഭയങ്കര വലിപ്പത്തിലാണെങ്കിൽ മാത്രം 2 കഷ്ണമായിട്ട് ഫ്രൈ ചെയ്യാം. എനിക്കിങ്ങനെ ഞാൻ പീസായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്കിപ്പം 1 ടീസ്പൂൺ, അതായത് 100 ഗ്രാംസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ചായിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ വരും. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓർഡിനറി ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതിയാകും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ നല്ല മിക്സ് ആകും. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടുകയാണ്. നമുക്ക് നോക്കാം, കുറച്ച് ഡ്രൈ ആയില്ലെങ്കിൽ 1 more ടേബിൾ സ്പൂൺ കൂടെ ഇടാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എനിക്കിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടപ്പോൾ, കോൺഫ്ലോർ ഇട്ടപ്പോൾ കറക്റ്റായിരിക്കുന്നു. ഈർപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഈർപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലോർ ഇടാം. അപ്പോൾ എനിക്കിത് കറക്റ്റാണ് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ സോയ ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. ചൂടായ ഓയിലിലേക്ക് സോയ ഇടാം. ഞാൻ ഹാഫായിട്ടാണ് ഇടാൻ പോണത്. എല്ലാം നല്ല മൊരിഞ്ഞ് കിട്ടണം. അതുകൊണ്ട് നമുക്ക് 2 സെറ്റായിട്ട് ഫ്രൈ ചെയ്യാം. ഇത് മൊരിഞ്ഞിട്ടുണ്ട്. ആ ഫസ്റ്റ് സെറ്റ് എണ്ണയൊക്കെ വലുതായിട്ട് കുടിച്ചിട്ടില്ല. കണ്ട എണ്ണ എല്ലാം അങ്ങനെ ഉണ്ട്. നമുക്കിതെടുത്ത് മാറ്റിയിട്ട് അടുത്ത സെറ്റ് കൂടെ ഇടാം. ഞാൻ ഫസ്റ്റ് സെറ്റ് മാറ്റിയിട്ടുണ്ട്. ഓയിൽ അങ്ങനെയുണ്ട്. ഇതിൽ അടുത്ത സെറ്റ് കൂടെ ഇടാം. ഇടയ്ക്കൊന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് മൊരിച്ചെടുക്കണം. നമ്മുടെ അടുത്ത സെറ്റും നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിള്ളേർ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ ഇതെടുത്ത് അങ്ങ് പറക്കിക്കൊണ്ട് പോയി കഴിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമേ, നിങ്ങൾക്ക് സോയയ്ക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് വരണമെങ്കിൽ ഈ മസാല മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം സെറ്റാകാൻ വച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉടനെ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എല്ലാം നല്ലപോലെ മൊരിഞ്ഞ് ഫ്രൈ ആയിട്ടുണ്ട്. സൗണ്ട് കേൾക്കണുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഓയിലും അതിൽ ബാലൻസ് ആണ്. പക്ഷേ ഇതിൽ നമുക്ക് ഓണിയൻ വഴറ്റാൻ തികയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സോയ ചങ്ക്സിൻ്റെ ബാലൻസ് ഇത്രയും വരികയാണെങ്കിൽ അതിൽ തന്നെ ഇട്ടാൽ മതിയാകും. എക്സ്ട്രാ ഓയിൽ ഇടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിലേക്ക്. ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിടാം. നമുക്ക് ചങ്ക്സിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഓണിയന് ആവശ്യത്തിന് ഉപ്പിടാം. നിങ്ങൾക്ക് ഇത്രയ്ക്കും ഓണിയൻ ആവശ്യമില്ലെങ്കിൽ, അതായത് മസാല കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതിയാകും. ഞാനിപ്പോൾ മസാല കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും 2 എണ്ണം എടുത്തത്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ 1 സവോള എടുത്താൽ തന്നെ കറക്റ്റായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ 2 മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ, പേസ്റ്റ് അല്ലെങ്കിൽ ക്രഷ് ചെയ്തതിടാം. 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. എല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതിടുന്നുണ്ട്. അപ്പോൾ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് കളർ മാറിയപ്പോൾ ഇതിലേക്ക് 1 കാപ്സിക്കം ഇടുകയാണ്. കൂടെ ഒന്ന് നല്ല കുറച്ച് അതിൻ്റെ പച്ച സ്മെൽ മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ പച്ച സ്മെൽ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുകയാണ്. 2 ടീസ്പൂൺ മതിയാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് വിനീഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചാലും മതിയാകും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇടുകയാണ്. ചില്ലി സോയയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പൈസി അല്ല, അതുകൊണ്ട് കുറച്ച് സോസ് കൂടുതൽ ഇടുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കാം. സോസായാലും ഓക്കെയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു പിഞ്ച് ഷുഗർ ഇടാം. ഒരു പിഞ്ച് ഇട്ടതേ ഉള്ളൂ. നിങ്ങൾക്ക് അജിനോമോട്ടോ ഇഷ്ടമാണെങ്കിൽ ഇടാം. ഒരു നുള്ള് ഇടാം. പക്ഷെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണില്ല. നിങ്ങൾക്ക് അത് ഇടുകയാണെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റ് ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു ടച്ചും വരും. നല്ല ടേസ്റ്റ് കൂടെ തന്നെ ചെയ്യും. പക്ഷെ അജിനോമോട്ടോ ആരോഗ്യത്തിന് നല്ലതല്ല. നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക ആവശ്യത്തിന്. നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണ
സോയ അതിലേക്ക് ഇടാം. ഇപ്പോൾ എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെലറിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റാം. എല്ലാം കുക്കായിട്ടുണ്ട്. എനിക്ക് ഉപ്പൊക്കെ നോക്കുക എല്ലാം കറക്റ്റാണോ എന്ന്. ഇത് ചില്ലി സോയ ഇരുന്നാലും ഭയങ്കര അങ്ങ് സ്പൈസി അല്ല, കുട്ടികൾക്കെല്ലാം കഴിക്കാൻ കറക്റ്റായ എരിവെല്ലാം തന്നെ. അപ്പോൾ ഞങ്ങളുടെ മനേറസ് ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ബെൽ ബട്ടൺ വരും. കൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്, നമുക്ക് മാറ്റാം. ടേസ്റ്റിയായ സോയ ചില്ലി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ ഇതിന് സോയ മിക്സ് ചെയ്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഉടനെ ഫ്രൈ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാനേ ഉള്ളൂ. അല്ലെങ്കിൽ സോയ ഫ്രൈ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ഗസ്റ്റ് വരുമ്പോഴത്തേക്കും മസാല ഇട്ട് മിക്സ് ചെയ്തെടുത്താലും വളരെ എളുപ്പത്തിൽ തന്നെ അത് പണി കഴിയും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.